ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഫാഇസിൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ആദരണീയനായ കെ തങ്ങൾ വെട്ടിച്ചിറ അവറുകളെ, വേദിയിൽ സന്നിഹിതരായ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആദരണീയരായ എം കുട്ടിമൗലവി, ഇതിന്റെ പ്രിൻസിപ്പാൾ ബഹുമാന്യനായ അബ്ദുൽ ഖാദർ ഫൈസി, ബഹുമാന്യരായ CH തൊയ്യിബ് ഫൈസി, ആദരണീയരായ PA മൗലവി, ഷരീദ് ഹാജി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഈ സ്ഥാപനത്തിന്റെ ബഹുമാന്യരായ സാരഥികളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ബദരിയ ശരീഅത്ത് കോളേജിന്റെ ഈ ചുരുങ്ങിയ കാലത്തെ വളർച്ചയിൽ അതിന്റെ 5ാം വാർഷിക ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ അഭിമാനകരമായ നേട്ടം കൊയ്തെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ആദരണീയനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ആവശ്യമായ ഉപദേശങ്ങളെല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് മഹത്തായൊരു പ്രാർത്ഥനാ ചടങ്ങാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. കേരളത്തിലെ ദീനീ വിദ്യാഭ്യാസ മേഖലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ മർഹൂം MM ബഷീർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ തുടക്കം കുറിച്ച നൂതന വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലെ വിവിധ ദീനീ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി വിജയിപ്പിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ അദ്ദേഹത്തിന് ശേഷം പിൽക്കാലത്ത് അതേ മാതൃകയിൽ അത് ഏറ്റെടുക്കുവാനും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂനിയർ കോളേജുകൾ സ്ഥാപിച്ച് നമ്മുടെ പൂർവികരായിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രാമാണികമായ അറിവുകൾക്ക്, ഇൽമുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസം ചേർത്തുവെച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ആ മുതഅല്ലിമിന്റെ വേഷത്തിലും സംസ്കാരത്തിലും വ്യക്തിത്വത്തിലുമൊക്കെ ആ ദീനീ ശിക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ പുതിയ തലമുറയിൽ നടപ്പിലാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മഹാനാണ് ബഹുമാന്യനായ നമ്മൾ ഇന്നൊക്കെ ഓരോരുത്തരിലൂടെ സ്മരിച്ച ഉസ്താദ് PP മുഹമ്മദ് ഫൈസി. വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമുദായം ഏത് മാർഗം അവലംബിക്കണമെന്ന ചർച്ചകൾക്കിടയിൽ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ വീക്ഷണങ്ങളും നമുക്കിടയിലൊക്കെ നിരന്തരമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പറയും, ഒരു 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയാൽ മതി, ബാക്കി ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് ഏതെങ്കിലും മെച്ചപ്പെട്ടൊരു തൊഴിലിനെക്കുറിച്ച്, വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിലേക്കാണ് പുതിയ തലമുറയെ വളർത്തിയെടുക്കേണ്ടത് എന്ന് മഹാഭൂരിപക്ഷം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെ
മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പോറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറക്കിടയിലും വിശ്വാസപരമായും സാംസ്കാരികമായും ഏറെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിലും അവിടെയെല്ലാം ദീനീ വിജ്ഞാനത്തിന്റെ വിശുദ്ധിയുടെ ഒരു പ്രകാശമായി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ സമുദായത്തെ പുരോഗതിയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ തിരിച്ചറിവ്, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പോലും നേടുന്നതിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആ വിദ്യാഭ്യാസം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും സംസ്കാരവും നഷ്ടപ്പെടും. അതുകൊണ്ട് അവന്റെ ഭൗതിക വിദ്യാഭ്യാസം, അവന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടാലും നമ്മുടെ വിശ്വാസവും സംസ്കാരവും അത് നിലനിർത്തുന്ന ദീനീ വിദ്യാഭ്യാസവും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന വളരെ കർക്കശമായ നിലപാട് നമ്മുടെ പൂർവ്വസൂരികളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മലബാറിൽ സ്വീകരിച്ചിരുന്നു. പക്ഷെ അന്ന് തന്നെ നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ ഇപ്പോൾ ലഭ്യമാകുന്ന ഈ ഭൗതിക വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്നാൽ ആ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് വിദേശീയരാണെങ്കിലും സാമ്രാജ്യത്വ ശക്തികളാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും ഇന്ന് അതിനോട് പുറംതിരിഞ്ഞു നിന്നാൽ നമ്മുടെ സമുദായം കനത്ത വില നൽകേണ്ടി വരും, വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ വിശ്വാസത്തിനും സംസ്കാരത്തിനും മതബോധത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളപ്പുറം ഭൗതികമായി നല്ല വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഈ സമുദായത്തിന് വളർന്നു വരാൻ സാധിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ പ്രചരിച്ചിരുന്നു. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ പേരിൽ യൂണിവേഴ്സിറ്റികൾ വരെ സ്ഥാപിക്കപ്പെട്ടു. ആ യൂണിവേഴ്സിറ്റികളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങി. ബിരുദവും ബിരുദാനന്തര ബിരുദവുമൊക്കെ നേടിയിട്ടുള്ള ധാരാളം മുസ്ലിം പ്രതിഭകൾ പുറത്തു വന്നു. പക്ഷേ ആ പ്രതിഭകൾക്ക് മുസ്ലിം സമുദായത്തിനോ രാജ്യത്തിനോ ഒരു സംഭാവനയും ചെയ്യാൻ സാധിച്ചില്ല. അവർക്കൊക്കെ ഉന്നതമായ ശമ്പളം ലഭ്യമാകുന്ന നല്ല നല്ല തൊഴിലുകൾ ലഭ്യമായിട്ടുണ്ടാകും. അവരും അവരുടെ ഭാര്യയും മക്കളും സുഭിക്ഷമായി ജീവിച്ചു എന്നതിനേക്കാളപ്പുറം തന്റെ സമുദായത്തെക്കുറിച്ച് എന്തിന് ഏറെ സ്വന്തം മാതാപിതാക്കളെപ്പോലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് വളർന്നു വരാൻ അവർക്ക് സാധിച്ചില്ല. അവിടെയാണ് ദീനിയായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദീനീ വിദ്യാഭ്യാസവും അതിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന തർബിയത്തും അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടും ഈ സമുദായത്തിന് രക്ഷ നേടാൻ സാധിക്കില്ലെന്ന നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ തിരിച്ചറിവാണ് കേരളത്തിൽ മലബാർ പ്രദേശങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ വിശുദ്ധമായ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന, ഈ മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പും കഴിവും പ്രാഗൽഭ്യമുള്ള പണ്ഡിതന്മാരെയും ആ പണ്ഡിതന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു തലമുറയും ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഒറ്റവാക്കുള്ള ഉത്തരം ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും ഉണ്ടാക്കി എന്നതിനേക്കാളപ്പുറം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയല്ല ഈ നേതൃത്വം മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം വ്യത്യസ്തമായ തലമുറകൾ മാറി മാറി വന്നപ്പോഴും അതിനെല്ലാം നിലനിർത്താനും കാത്തുസൂക്ഷിക്കാനും സാധിച്ചു. അതിനേക്കാൾ ഉപരി മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനി കാവൽ നിൽക്കുക എന്ന വളരെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവിടെ സ്വീകരിച്ചു പോന്നത്. ആ വഴികളിലെ ഏറ്റവും ജ്വലിക്കുന്ന പ്രകാശങ്ങളാണ് ഇതേപോലെ കേരളത്തിലെ ആയിരക്കണക്കിന് ദീനീ സ്ഥാപനങ്ങളിലൂടെ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു കാലത്ത് നമ്മുടെ പണ്ഡിതന്മാരെക്കുറിച്ച്, നമ്മുടെ സാത്വികരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളെക്കുറിച്ച് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കാഴ്ചപ്പാടില്ലാത്തവരാണ്. അവർ പഴഞ്ചൻ മുസ്ലിയാക്കന്മാരാണ്.
അവർ ഈ സമുദായത്തെ കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കുന്നവരാണ് എന്ന തോതിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സമസ്ത കേരള ജമിയത്തുലമക്ക് കീഴിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ പ്രദേശങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ദീനീ സ്ഥാപനങ്ങളുടെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ, അതിന്റെ അടിസ്ഥാനം നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ഭൗതികമായ സുഖസൗകര്യങ്ങളല്ല, നമ്മുടെ രാജ്യത്തെ അനുകൂലമായ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമല്ല, അതിനേക്കാളപ്പുറം എന്റെ നാട്ടിൽ മതപരമായ അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സംഗതി, മതവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ നന്മകൾ കാത്തുസൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അടുത്ത തലമുറയോട് ഞാനും നിങ്ങളും നന്മ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കാൻ, വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആശയപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആശയപ്രചരണങ്ങൾ. അതിനെല്ലാം പലരും ആയുധങ്ങളാക്കുന്നത്, ആയുധപ്പുരകളാക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പലയിടങ്ങളിലും നമുക്ക് ആശയപരമായി യോജിക്കാത്ത ചില ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ വളരെ ധൃതി പിടിച്ചുകൊണ്ട് പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും അവിടെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മുടെ കുട്ടികളെ, നമ്മുടെ രക്ഷിതാക്കളെ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പല ആളുകളും അതിനെ വളരെ മോശമായി ആക്ഷേപിക്കാറുണ്ട്. അവരൊരു സ്ഥാപനം കൊടുന്നപ്പോഴാണ് നിങ്ങൾക്ക് സ്ഥാപനത്തെക്കുറിച്ച് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി മത്സരിക്കാനാണ് ഇപ്പുറത്ത് വേറെ സ്ഥാപനം ഉണ്ടാക്കിയത്. സത്യത്തിൽ അത് സംഘടനാപരമായൊരു പകപോക്കലോ മറ്റു സ്ഥാപനത്തോട് മത്സരിക്കാനോ ഉള്ള ശ്രമമല്ല. അതിനേക്കാളപ്പുറം വിദ്യാഭ്യാസത്തിന്റെ മറവിൽ നമ്മുടെ ആശയപരമായി, സാംസ്കാരികമായി ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നു. മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന പല ആളുകളും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിലൂടെ അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ വളർന്നുവരുന്ന വിദ്യാർത്ഥികളെ, പുതിയ തലമുറയെ അവരെ മതപരമായിട്ട് തന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുവാനും ആ സ്ഥാപന പുരോഗതിക്കു വേണ്ടി അധ്വാനിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ജിഹാദായി മാറുന്ന ചുറ്റുപാടിലാണ് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായ ഒരു ചുറ്റുപാട് ഈ സ്ഥാപനത്തിനുണ്ട്. ബഹുമാന്യനായ എം കുട്ടിമൗലവി ഇവിടെ സൂചിപ്പിച്ചു. കാഴ്ചയിൽ ഒരു ചെറിയ സ്ഥാപനമാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടാൽ കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, വലിയ ആർഭാടത്തോടുകൂടി കുട്ടികൾക്ക് ജീവിക്കാനും താമസിക്കാനും സൗകര്യമുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ. പക്ഷെ അവിടെയൊക്കെ 50, 60, 75 കുട്ടികളെ ഉണ്ടാകൂ. ആ കുട്ടികളുടെ മറപിടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ തുടക്കം മുതലേ നമ്മുടെ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു പള്ളിയിൽ, ആ പള്ളിയുടെ മൂലയിൽ പരിമിതമായ സൗകര്യത്തിനകത്ത് ചെറിയൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം മെല്ലെ മെല്ലെ പുരോഗതി പ്രാപിച്ച് ഇന്നിവിടെ അത്ര മോശമല്ലാത്തൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടും. 160ഓളം 170ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു തലത്തിലേക്ക് 5 വർഷം കൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വളർന്നു വരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. ഈ 170 വിദ്യാർത്ഥികൾ 170 കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. 170 കുടുംബങ്ങൾ, ആ 170 കുടുംബങ്ങളെ സ്വാധീനിക്കാവുന്ന, 170 കുടുംബങ്ങളെ മതപരമായി സ്വാധീനിക്കാവുന്ന, തണലേകാവുന്ന വലിയൊരു ദൗത്യമാണ് ഈ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
നാം മനസ്സിലാക്കണം, ഇന്ന് പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് പല ആളുകളും സംഘടനകൾ കൊണ്ടും സ്ഥാപനങ്ങൾ കൊണ്ടും നമുക്കിടയിൽ ഒരുതരം പരുന്തുകളെ പോലെ പറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇക്കാലം അത്രയും ഇവിടുത്തെ പാരമ്പര്യത്തെ വിമർശിക്കാനും പൈതൃകത്തെ തച്ചുടക്കാനും ആ പാരമ്പര്യത്തിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെ രംഗത്ത് വന്നിരുന്ന ആളുകൾ തന്നെ ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇനി മുസ്ലിം സമൂഹത്തിനിടയിൽ സ്വാധീനം നേടാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിവ് വന്നപ്പോ ഞങ്ങളും പാരമ്പര്യത്തിന്റെ വക്താക്കളാണ്, ഞങ്ങളും പൈതൃകത്തിന്റെ ഭാഗമാണ് എന്ന് പുതിയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പലപ്പോഴും പാരമ്പര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ നവമുസ്ലിമാണ് ഞാൻ എന്നുവരെ ആക്രോശിച്ച ആളുകളുടെ പിന്മുറക്കാർ ഇന്ന് പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പാരമ്പര്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പാരമ്പര്യ വിജ്ഞാനത്തെക്കുറിച്ച് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പുതിയ തലമുറയെ ഈ അർത്ഥത്തിൽ ആകർഷിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദിനെ കുറിച്ച് നമ്മുടെ നാടുകളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ഞാൻ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രച്ഛന്ന വേഷധാരികളെ പുതിയ തലമുറ തിരിച്ചറിയണം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്ത്യയിലെ ആദ്യത്തെ ആധികാരികമായ ലിഖിതമായ ചരിത്രഗ്രന്ഥമാണ്. ആ ചരിത്രഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ സെമിനാറുകളും ചർച്ചകളും നടത്തുന്ന ആളുകൾ ഇവിടുത്തെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ്? ഞങ്ങൾ മഖ്ദൂമിനെ അംഗീകരിക്കുന്നവരാണ്, ഞങ്ങൾ മഖ്ദൂമി പാരമ്പര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് ഇവിടുത്തെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ പല ആളുകളും ധരിച്ചു പോകും. ശരിയാണ്, പലപ്പോഴും ഈ മഖ്ദൂം പാരമ്പര്യത്തെ എതിർത്തിരുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇന്ന് ആ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പക്ഷേ ആ മഖ്ദൂം പാരമ്പര്യത്തിലൂടെ കടന്നുവന്ന ദീനീ വിജ്ഞാന മേഖലയിൽ കേരളത്തിന്റെ സംഭാവനയായി, എന്നാൽ ലോകത്തുടനീളം വലിയ പ്രശംസ പിടിച്ചുപറ്റിയ വൈജ്ഞാനിക മേഖലയ്ക്ക് കേരളത്തിന്റെ പണ്ഡിതന്മാരുടെ സംഭാവനയായ ഫത്ഹുൽ മുഈനെ കുറിച്ച് ഇവരാരും സംസാരിക്കാറില്ല. നമ്മളൊക്കെ ദീർഘമായ സമയം കാത്തിരുന്ന ബഹുമാന്യനായ കേരളത്തിന്റെ പ്രഗത്ഭനായ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലേക്ക് കടന്നുവരികയാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം കൂടി പൂർത്തീകരിച്ചു ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒരുപാട് തിരക്കിട്ട പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാന്യനായ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനുശേഷം ഇവിടെ സംസാരിക്കും. അപ്പൊ പാരമ്പര്യത്തിന്റെ വക്താക്കളാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് മഖ്ദൂമിയൻ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അത്തരം സെമിനാറുകളും ചർച്ചകളൊക്കെ നടത്തി പുതിയ തലമുറ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ പേരുകൾ, മഖ്ദൂമിന്റെ പേരിൽ, ഖാദി മുഹമ്മദിന്റെ പേരിൽ, മമ്പുറം തങ്ങളുടെ പേരിൽ, പാണക്കാട് സാദാത്യങ്ങളുടെ പേരിൽ പലപ്പോഴും വളരെ ക്രൂരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരുന്ന മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ പേരിൽ, ശംസുൽ ഉലമയുടെ പേരിൽ, അങ്ങനെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് ആദരിച്ച് ബഹുമാനിച്ച് ആരുടെ തണലിൽ ജീവിക്കാനാണോ, ആരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മുന്നോട്ടു പോകാനാണോ ആഗ്രഹിച്ചത്, അവരുടെ ഭാഗമാണ് ഞങ്ങൾ, അവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അടിസ്ഥാനപരമായി ആശയപരമായിട്ട് പോലും ഇതിനോട് യോജിക്കുന്നവരല്ല. അപ്പൊ പലപ്പോഴും ഈ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വഴിയാണ് ശരിയെന്ന് വൈകിയാണെങ്കിലും അതിനാക്ഷേപിച്ചിരുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന വളരെ സന്തോഷകരമായൊരു ചിത്രമാണ് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യമായ പുതിയ അന്തരീക്ഷമുള്ളത്. ഇവിടെയാണ് പാരമ്പര്യമായി നമ്മുടെ സാദാത്യങ്ങളും പണ്ഡിതന്മാരും നമ്മുടെ സമുദായ നേതാക്കളുമൊക്കെ ഈ സമുദായത്തിൽ മതപരമായ ബോധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സമുദായത്തിന്റെ നവോത്ഥാനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള
പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളുടെ ഏറ്റവും വലിയ സൽഫലങ്ങളാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടായ്മകളെ സംരക്ഷിക്കുവാനും ആ കൂട്ടായ്മകൾക്കിടയിൽ ഛിദ്രതയും ശിഥിലീകരണവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് വലിയ സന്ദേശവും പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബദരിയ ശരീഅത്ത് കോളേജിന്റെ 5ാം വാർഷിക മഹാസമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.